പൊന്നാനി നഗരസഭയിലെ താൽക്കാലിക നിയമനത്തെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ പ്രതിഷേധം. ഏവർക്കും എന്റെയും ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാളിന്റെയും ഹൃദയം നിറഞ്ഞ ബലിപെരുന്നാൾ ആശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ, പാൻ ബസാർ, തിരൂർ. സർക്കാർ ഉത്തരവുകൾ പാലിക്കാതെ പൊന്നാനി നഗരസഭയിൽ താൽക്കാലിക ജീവനക്കാർക്ക് പിൻവാതിൽ നിയമനം ആരോപിച്ചും ഇത്തരത്തിൽ നിയമിച്ചവരുടെ കാലാവധി നീട്ടി നൽകാനുള്ള കൗൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ചും നഗരസഭാ കൗൺസിൽ യോഗം UDF കൗൺസിലർമാർ തടസ്സപ്പെടുത്തി. നഗരസഭാ കൗൺസിൽ അജണ്ടയിൽ പ്രതിഷേധിച്ച UDF കൗൺസിലർമാർ കൗൺസിൽ യോഗം ബഹിഷ്കരിച്ചു. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമനം നടത്തുന്നതിന് പകരം പാർട്ടിക്കാർക്ക് പിൻവാതിൽ നിയമനം നടത്തുന്നുവെന്ന് ആരോപിച്ചാണ് കൗൺസിൽ യോഗം ബഹളമയമാവുകയും പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിക്കുകയും ചെയ്തത്. ഈ നീക്കം അംഗീകരിക്കാനാവില്ലെന്നും നേരത്തെ നടന്ന നിയമനം ക്രമം പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിട്ടും ഇതൊന്നും ഗൗനിക്കാതെ വീണ്ടും ഇവരുടെ കാലാവധി നീട്ടി നൽകുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും UDF അംഗങ്ങൾ പറഞ്ഞു. ഇത്തരത്തിൽ നിയമനം ലഭിച്ച വ്യക്തി UDF കൗൺസിലറുടെ വാർഡിൽ താമസിച്ചിരുന്ന കുടുംബത്തിനുള്ള ആനുകൂല്യം മുടക്കാൻ വാർഡിലെ CPM പ്രവർത്തകരെ വിളിച്ച് കാര്യമന്വേഷിക്കുകയും കൂടാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ വീഡിയോ നിർമ്മിക്കുകയും ചെയ്തുവെന്നും താൽക്കാലിക ജീവനക്കാരെന്ന സ്വാധീനം ഉപയോഗിച്ച് ബിനാമി ഇടപാടുകൾ നടത്തുന്നതായും ഇത്തരക്കാരെ പിരിച്ചുവിടണമെന്നും UDF അംഗങ്ങൾ ആവശ്യപ്പെട്ടു. നിങ്ങൾ ഈ പറയുന്ന സേവന കാലാവധി നീട്ടിക്കൊടുക്കാൻ പറയുന്ന ഈ ആളുകളെ തീർത്തും തെറ്റായ, തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള നിയമനമാണ് നടത്തിയിട്ടുള്ളത് എന്ന് മാത്രമല്ല, ചെയർപേഴ്സൺ സെക്രട്ടറിക്ക് മുമ്പാകെ ഒരു കാര്യം പറയട്ടെ. പൊന്നാനി നഗരസഭയിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള രാഷ്ട്രീയ നിയമനങ്ങൾ ഈ നഗരസഭക്ക്, ഈ നഗരസഭാ പരിധിയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ഒരു ഉപകാരം ഇല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. എന്റെ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ സ്വരൂപിന്റെ വാർഡിൽ താമസിക്കുന്ന ഒരാൾക്ക് പെൻഷന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷകൻ നേരത്തെ എന്റെ വാർഡിൽ താമസിച്ചുകൊണ്ട് അവരുടെ ഫുൾ അഡ്രസ്സ് എന്റെ വാർഡിലെ അഡ്രസ്സാണ്. പൊന്നാനി നഗരസഭയിൽ നിന്ന് രാഷ്ട്രീയ പ്രേരിതമായി രാഷ്ട്രീയ പണിയെടുക്കുന്നതിന് ശമ്പളം നഗരസഭ കൊടുക്കുന്ന അതിനുവേണ്ടി നിയമിച്ചിട്ടുള്ള അദ്ദേഹം ആ ഫയല് എൻ്റെ വാർഡിൽ നിന്ന് ചില പ്രവർത്തകർക്ക് വിളിച്ചു ചോദിക്കുകയാണ്, ഇത് കൊടുക്കണോ വേണ്ടത്. സ്വരൂപ് കൊടുത്ത ഫയല്, സ്വരൂപ് കൊടുത്ത ആപ്ലിക്കേഷൻ എൻ്റെ വാർഡിൽ അഡ്രസ് ആയതുകൊണ്ട് എൻ്റെ വാർഡിലേക്ക് അന്വേഷണം വന്ന് നിങ്ങൾ ഇവിടെ നിയമിച്ച, രാഷ്ട്രീയ പണിയെടുക്കുന്നതിന് വേണ്ടി നിയമിച്ച അദ്ദേഹം, ഞാൻ ഒരു കാര്യം കൂടെ കോട്ട് ചെയ്ത് പറയട്ടെ. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തീരദേശത്ത് UDF സ്ഥാനാർത്ഥിക്കെതിരെ വിഷ്വൽ അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ തെറ്റായിട്ടുള്ള വിവരങ്ങൾ കൊടുത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ രേഖകൾ എൻ്റെ അടുത്തുനിന്ന് ഞാൻ സെക്രട്ടറിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. പ്രതിഷേധം ശക്തമായതോടെ കൗൺസിൽ യോഗം പിരിച്ചുവിട്ടു. അതേസമയം പരാതി ഉയർന്ന താൽക്കാലിക ജീവനക്കാരന് മറ്റു വാർഡിന്റെ ചുമതല നൽകിയതായി നഗരസഭാ സെക്രട്ടറി മറുപടി നൽകി. എന്നാൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി മാത്രമാണ് താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതെന്നും ചട്ടങ്ങൾ പാലിച്ചാണ് നടപടിക്രമങ്ങൾ നടത്തിയതെന്നും ചെയർപേഴ്സൺ CV സുധ പറഞ്ഞു. പ്രതിപക്ഷം പറയുന്നത് അനധികൃതമായ നിയമനം എന്നുള്ള പേരിലാണ്. പക്ഷേ ഒരിക്കലും പൊന്നാനി നഗരസഭയ്ക്കകത്ത് ഒരു അനധികൃത നിയമനവും നടന്നിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരമാണ് നമ്മൾ താൽക്കാലിക ജീവനക്കാരെ എടുക്കുന്നതും അത് ഇത്ര ദിവസം എന്നുള്ള രീതിയിൽ ദിവസവേതന അടിസ്ഥാനത്തിലാണ് അവരെ നിയമിക്കുന്നത്. അത് എല്ലാ നഗരസഭകളിലും പഞ്ചായത്തുകളിലും ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് പൊന്നാനി നഗരസഭയും ചെയ്തു പോരുന്നത്. അല്ലാതെ നിയമപരമല്ലാത്ത ഒരു പ്രവർത്തനങ്ങളും ഈ നഗരസഭയിൽ ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. UDF പ്രതിഷേധത്തിന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് TK അഷ്റഫ്, U മുനീബ് എന്നിവർ നേതൃത്വം നൽകി. ഈ താൽക്കാലിക ജീവനക്കാരായ ആളുകൾക്ക് വീണ്ടും ദീർഘിപ്പിക്കുന്ന ഒരു അജണ്ട വന്നപ്പോൾ ഞങ്ങളതിനെ ശക്തിയുക്തം എതിർത്തിട്ടുണ്ട്. ഇവിടെ പൊന്നാനി നഗരസഭയിലെ നിരവധി താൽക്കാലിക ജീവനക്കാരുണ്ട്. അവർക്ക് ഒരു മാനദണ്ഡമില്ലാതെയാണ് നിയമനം നൽകിയിട്ടുള്ളത്. അപ്പോൾ ആ മാനദണ്ഡങ്ങളൊക്കെ കാറ്റിൽ പറത്തി അവർ ഇവിടെ ജോലി ചെയ്യുകയും ചെയ്യുക, അത് കൂടാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. വളരെ ശക്തമായ രാഷ്ട്രീയ പ്രവർത്തനം സോഷ്യൽ മീഡിയയിലൂടെയും ചാനലുകളിലൂടെയുമൊക്കെ അവർ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും അതിനു മുമ്പുമൊക്കെ രാഷ്ട്രീയമായി ഇവിടെ നിന്നും ജനങ്ങളുടെ നികുതി പണം കൊടുക്കുന്ന ശമ്പളമായി വാങ്ങിയിട്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതിൽ അതിശക്തമായ രൂക്ഷമായ ഭാഷയെ ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. ഈ നിയമനങ്ങളൊക്കെ എല്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇവിടെ പൊന്നാനി മുനിസിപ്പാലിറ്റി നിരവധി ആളുകളെ കുത്തി നിറച്ച് ഇവിടെ ഓഫീസ് ഭരണസംഭരണം ഉണ്ടാക്കിയത്. ഇവിടെയുള്ള താൽക്കാലിക ജീവനക്കാർ ഒന്നും തന്നെ ആത്മാർത്ഥമായി പണിയെടുക്കുന്ന ആളുകളല്ല, അവരുടെ പാർട്ടിക്ക് വേണ്ടി മാത്രം പണിയെടുക്കുന്ന ആളുകളാണ്. നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ടല്ല നഗരസഭ നിയമനം നടത്തിയത്. ആ നിയമനങ്ങൾ ഒഴിവാക്കണം, പിരിച്ചുവിടണം എന്ന് പൊന്നാനി ടൗൺ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഓഫീസിലുള്ള കത്താണ് എൻ്റെ കയ്യിലുള്ളത്. ഇത്തരത്തിൽ നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നിയമനം നടത്തുകയും ആ നിയമിച്ചവർക്ക്
രാഷ്ട്രീയ പ്രവർത്തനം, ഫുൾ സമയ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനുള്ള എല്ലാ അനുമതിയും ഈ നഗരസഭ ഭരിക്കുന്ന അധികാരികൾ നൽകിയിരിക്കുകയാണ്.